ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഭിഭാഷകൻ ബെയിലിൻ ദാസ് ഇന്ന് റിമാൻഡിലായ വാർത്തയാണ് പുറത്തുവരുന്നത്. ഇയാളെ റിമാൻഡിലേക്ക് പോലീസ് വിട്ടിരിക്കുന്നത്. ഇയാളുടെ ജാമ്യാപേക്ഷ അടുത്ത ദിവസം കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ മാസം 30 വരെ ഇയാൾ ജയിലിൽ കിടക്കേണ്ടി വരും. നമുക്കറിയാം, ഇന്നലെ തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്ത് സ്റ്റേഷൻ കടലിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ജൂനിയർ അഭിഭാഷകരോടുള്ള പ്രതിയുടെ സമീപനം വളരെ മോശമാണെന്ന് മുൻകാല അനുഭവങ്ങൾ എടുത്തുകാട്ടി പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ വാദിക്കുകയുണ്ടായി. ഷാമിലി തന്നെ മർദ്ദിച്ചുവെന്നും കണ്ണട അടിച്ചു പൊട്ടിച്ചുവെന്നുമായിരുന്നു ബെയിലിൻ ദാസിന്റെ വാദവും. അതേസമയം ബെയിലിന് ഒളിത്താവളം ഒരുക്കിയവരെയും പോലീസ് തേടുന്നുണ്ട്. ഇയാളുടെ സഹോദരനൊപ്പം ഇയാളുടെ വള്ളക്കടവിലെ ചില സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇയാൾ ഒളിവിൽ കഴിയുന്നത് എന്ന വിവരമാണ് പുറത്തുവന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന് പിന്നാലെയാണ് വ്യാഴാഴ്ച രാത്രിയോടെ ബെയിലിൻ ദാസ് പിടിയിലായത്. ഇയാളുടെ ജാമ്യാപേക്ഷ ശനിയാഴ്ചയാണ് കോടതി പരിഗണിക്കുന്നത്. വഞ്ചിയൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബെയിലിനെ റിമാൻഡ് ചെയ്തത്. അഭിഭാഷകയെ മർദ്ദിച്ചത് മനഃപൂർവ്വമല്ലെന്നും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ നിന്നുണ്ടായതാണെന്നും ബെയിലിൻ കോടതിയിൽ വാദിച്ചു. മർദ്ദനമേറ്റ അഭിഭാഷക വർഷങ്ങളായി തന്റെ ഓഫീസിൽ ജോലി ചെയ്യുകയാണ്. ഇതുവരെ മോശം അനുഭവം അവർക്കുണ്ടായിട്ടില്ല. ഷാമിലിയാണ് പ്രകോപനമുണ്ടാക്കിയത്. തന്നെ മർദ്ദിക്കുകയും കണ്ണടയടിച്ചു പൊട്ടിക്കുകയും ചെയ്തെന്നും ബെയിലിൻ വാദിച്ചു. ചെവിയിലേറ്റ മർദ്ദനം കേൾവിശക്തി തകരാറിലാക്കി. പുരികത്ത് നഖം കൊണ്ട് മുറിവുമുണ്ട്. പോലീസിന്റെ റിമാൻഡ് അപേക്ഷയെ എതിർത്തുകൊണ്ട് പ്രതിഭാഗം ഉന്നയിച്ച പ്രധാന വാദങ്ങൾ ഇങ്ങനെ നീളുന്നു. എന്നാൽ ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചിട്ടില്ല. ജൂനിയർ അഭിഭാഷകരോടുള്ള പ്രതിയുടെ സമീപനം വളരെ മോശമാണെന്ന് മുൻകാല സംഭവങ്ങൾ എടുത്തുകാട്ടി പ്രോസിക്യൂഷൻ വാദിച്ചു. ഗർഭിണിയായിരുന്ന സമയത്ത് പോലും ഷാമിലിയെ മർദ്ദിച്ചിരുന്നുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. കൈകൊണ്ട് മുഖത്തടിച്ചതിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമായിരുന്നു ആദ്യം ഇയാൾക്കെതിരെ കേസ് ചാർജ് ചെയ്തിരുന്നത്. എന്നാൽ കവിളിലെ എല്ലു പൊട്ടിയതുകൂടി റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തു. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. ബെയിലിൻ ദാസിനെ വ്യാഴാഴ്ച രാത്രിയാണ് തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കാർ ഓടിച്ചു പോകുന്നതായി വഞ്ചിയൂർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരമാണ് ബെയിലിൻ ദാസിനെ പിടികൂടുന്നതിലേക്ക് നയിച്ചത്. വഞ്ചിയൂർ പോലീസ് വിവരം തുമ്പ സ്റ്റേഷനിലേക്ക് കൈമാറുകയും തുടർന്ന് തുമ്പ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ഇയാൾക്ക് സംരക്ഷണം ഒരുക്കിയവരെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ ബെയിലിൻ ദാസിനെ തിരുവനന്തപുരം ബാർ അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അച്ചടക്ക സമിതി തീരുമാനം വരും വരെ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് കേരള ബാർ കൌൺസിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബെയിലിൻ ദാസിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച ബാർ കൌൺസിൽ വിഷയം 3-അംഗ അച്ചടക്ക സമിതിക്ക് വിട്ടിരിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.